ലോകത്ത് ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാത്ത ഏറ്റവും വലിയൊരു ബിസിനസ് ഏതാ അറിയോ? മതം വിറ്റ് ജീവിക്കല്. അത് നന്നായിട്ട് എല്ലാ കൂട്ടരും ചെയ്യുന്നുമുണ്ട്. ആകപ്പാടെ ഉണ്ടായിരുന്ന ഒരു കാറാ, അതിൻ്റെ ഉള്ളിലേക്ക് വള്ളം കയറി, പിന്നെ ഭയങ്കര ലീക്ക്. എന്ത് ചെയ്യും? ബാക്കി 37 പറയും. ഒന്നാണ് കേട്ടോക്കി. മാതാവ്, ഞങ്ങൾക്ക് വേറൊരു കാർ വേണം, ഞങ്ങൾക്ക് പൈസ ഇല്ലാന്ന്. പക്ഷെ മാതാവ് തരുമ്പോൾ ബെസ്റ്റ് നമുക്ക് തരുമല്ലോ. അപ്പം മാതാവ് ഞങ്ങൾക്ക് തന്നത് ഒരു മെഴ്സിഡീസ് ബെൻസ് എന്നുള്ള കാറാണ്. ഞങ്ങൾക്ക് അത് കിട്ടാനായിട്ട് ഒരു യോഗ്യതയില്ല. സിൽവർ ഗ്രേ കളറാണ് ആ കാറിന്റെ. ഞങ്ങൾ ആ കാറിന് അവർ ലേഡി എന്നാണ് പേരിട്ടിരിക്കുന്നത്. അത് മാതാവിന്റെ ഉടമ്പടിയിലൂടെ എനിക്ക് ലഭിച്ച ഒരു അനുഗ്രഹമാണ്. കേട്ടില്ല ഞങ്ങള്? 5 കൊല്ലായിട്ടുള്ളൂ വാങ്ങിയിട്ട്, അപ്പളത്തിന് ലീക്കും വന്നു. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, മാതാവ് ഇപ്പൊ കാർ ഡീലറാ? എല്ലാത്തിനും ഉണ്ടില്ലേ ഈ ഐറ്റമൊക്കെ? അല്ല, ഇനിയിപ്പോ ഇതിക്ക് എണ്ണ അടിച്ചണം, അപ്പൊ എന്താ ചെയ്യാ? അതിപ്പോ നാട്ടിലത്തെ പമ്പൊന്നും പറ്റൂലല്ലോ. അല്ല, ഏത് ഷോറൂമെന്നാ അപ്പൊ ഇത് മാതാവ് എടുത്തന്ന്? റെഡി കായാതെ അടവിക്കണോ? ഇനിയിപ്പോ ഇത് വർഷാപ്പ് കേട്ടിട്ടുണ്ടെങ്കിലൊക്കെ സ്വീപ്പല്ലേ? അല്ലാത്ത തൊലിക്കട്ടി തന്നെ കേട്ടോ മോളെ, എനക്ക് ചില്ലറ തൊലിക്കട്ടി ഒന്നുമല്ല. ഇതെങ്ങാനും ആ മാതാവ് അറിഞ്ഞാണ്ടല്ലോ ചെരുപ്പ് ഊരി തല്ലും. കാരണം അവരുടെ ഒന്നും നിഘണ്ടൂരില്ലാത്ത കാര്യങ്ങളായി വിളിച്ചു പറയണത്. ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു ഡീലറും ആക്കി മാറ്റിയില്ലേ. ഞങ്ങൾക്ക് പൈസ ഒന്നുമില്ല, പക്ഷെ മാതാവ് തന്ന വണ്ടി നല്ല ഹൈടെക് അടിപൊളി വണ്ടി. ഇതിന്റെ ഇൻഷുറൻസ് ടാക്സ് ഇപ്പൊ ഞാൻ ആരടക്കുക? അത് നിങ്ങളടക്കുവോ അതോ ഇനി മാതാവ് വന്ന് അടക്കുവോ? ഈ പൈസ ഇല്ലാത്ത കണക്ക് എന്തിനാ ഇത്രയും വലിയ വണ്ടി? അല്ല, അൾട്ടോ 800 എന്തെങ്കിലും എടുത്താ പോരെ? ഇത് എടുത്തന്ന മാതാവിന് അറിയില്ലേ ഇതിക്ക് പെട്രോൾ അടിച്ചാൽ എൻ്റെ അടുത്ത് 10 പൈസ അല്ലാന്ന്? കൊടുത്ത വണ്ടി ഏതാ അറിയോ നിങ്ങൾക്ക്? മെർസിഡീസ് ബെൻസ്. എന്നാ അതിന് നല്ലൊരു നമ്പറും കൂടി ചോദിക്കാന്നു. അല്ല, കുടിച്ചാ കഞ്ഞിക്കും കൂടിയും വകല്ല എന്നൊക്കെ പറയണുണ്ട്. പിന്നെ ഈ മെർസിഡീസ് ബെൻസ് കിട്ടിയിട്ട് എന്ത് കാര്യം? ഇത് വണ്ടാര പറഞ്ഞ മാതിരി നോലുമ്പും വയറ്റും നോക്കും ഒരുമിച്ച് വന്നു പറഞ്ഞ മാതിരിയാണ്. അല്ലെങ്കിലേ പട്ടിണി, അതിൽ കൂടെ വയറിളക്കം കൂടി ഉണ്ടായ അങ്ങനെ ഇരിക്കും. അതാ പറ്റി പറഞ്ഞതിന്റെ അവസ്ഥ. എന്നാലും നമ്മളൊന്നും ചോദിച്ചിട്ട് കിട്ടണില്ലല്ലോ. നമ്മളില്ല വണ്ടിയിൽ ലോൺ അടക്കാൻ തന്നെ കഷ്ടപ്പെടുക. ഇതിനു മുമ്പ് TV-യിൽ ഒന്നുണ്ടായിരുന്നു, എന്തോ ഒരു സാധനം കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൈസ ഒന്നായിട്ട് മറിഞ്ഞു കൂടും പറഞ്ഞിട്ട് അവസാനം ഓല നഷ്ടക്കച്ചവടത്തിലാന്നും പറഞ്ഞിട്ട് ആ പ്രോഗ്രാമിനെ കൂട്ടിപ്പോയി. ഓർമ്മ ഉണ്ടാക്കുക? ഇക്കാര്യത്തിൽ എല്ലാവരും കണക്കാട്ടോ. കാരണം പോക്കറ്റ് നിറക്കാൻ വേണ്ടിയിട്ട് ഇജാതി ഓരോ ഉടായ്പകൾ കൊണ്ട് നേരം വെളുത്ത ഇറങ്ങുന്ന ആ മനുഷ്യന്മാരാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ. എന്നാലോ ആ കൊറോണയൊക്കെ വന്ന സമയത്ത് ഇവര് ഓടിയ ഓട്ടത്തിൽ കൂടെ പുല്ലും കൂടി മുളക്കൂല. അന്ന് ഇവരെ എല്ലാ കഴിവുകളും സ്റ്റെക്കായി. അതെന്താ? അപ്പളവരെ ആവശ്യം അത് നടക്കൂല. ഇവരെന്തൊക്കെ തരം ഐറ്റം രോഗങ്ങളും മാറ്റും, എന്തൊക്കെ ചികിത്സകൾ ചെയ്യും. എന്നാലോ ഇവരെ കൊണ്ട് രോഗിന്റെ രോഗം മാറ്റാൻ കഴിഞ്ഞിക്കണോ? അതല്ലെങ്കിൽ മരിച്ചു പോയ ഒരു മനുഷ്യനെ അപ്പൊ തന്നെ ഒന്ന് എഴുന്നേൽപ്പിക്കാൻ കഴിഞ്ഞിക്കണോ? ഇല്ല. അതിനൊക്കെ സൃഷ്ടാവ് വേണം.